ഞാനിപ്പോൾ നേപ്പാളിലാണുള്ളത്. നേപ്പാളിലെ നാഗർകോട്ട് എന്ന ഹിമാലയൻ ഗ്രാമത്തിലാണുള്ളത്. ഞാൻ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹോട്ടലിൽ പോയി. ഏകദേശം 2500, 3000 ആൻഡ് 2000 നേപ്പാളി റുപ്പീസാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്തു, ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ കിട്ടുമെന്ന്. അങ്ങനെ അവസാനം ഗൂഗിള് ഒരു 700 ഉള്ള ഒരു ഞാൻ ഗൂഗിളിൽ കണ്ടു. അതിന് ഞാൻ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് ഇതാ ഇതിൻ്റെ ഉള്ളിലൂടെ നടന്ന് 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 അവസാനം ഞാൻ എത്തിയ ഹോം സ്റ്റേ ആണത്. അടിപൊളി ഗംഭീര ഹോം സ്റ്റേ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ, അങ്ങോട്ട് നാഗർകോട്ടിലെ, നേപ്പാളിലെ നാഗർകോട്ട് അത്യാവശ്യം എല്ലാ മലയാളീസും വരുന്നൊരു ലൊക്കേഷനാണിത്. നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ. ഇതാ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റാണ്, ഗംഭീര വ്യൂ പോയിന്റാണ്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കും. നമുക്ക് വേണ്ട ഫുഡ് ഇവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുക. ഇതാ ഇവരെ കിച്ചണാണിത്. ഏകദേശം ഇവർ ഫുഡിന് അഡീഷണൽ ക്യാഷ് കൊടുക്കണം. 100 രൂപ, 200 രൂപ, 300 രൂപൻ്റെ ഫുഡൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ നൈറ്റിൽ കഴിച്ചത് ന്യൂഡിൽസ് ആയിരുന്നു. അടിപൊളി ന്യൂഡിൽസ് ആണ്, ഒരു രക്ഷയില്ലായിരുന്നു, ഗംഭീരം. ഇനി നമുക്ക് റൂം കാണാം. റൂമിന്റെ വിഷയത്തിലും അടിപൊളി റൂമാണ്. 700 രൂപക്ക് അതിഗംഭീരമായ റൂം. നമുക്ക് റൂം നോക്കാം. വൈഫൈ സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട വൈഫൈ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മളെ റൂം. അതിനുണ്ട്, അടിപൊളി അല്ലേ? രണ്ടാൾക്ക് കിടക്കാൻ പറ്റിയ അടിപൊളി റൂം കേട്ടോ. നല്ല അടിപൊളി പുതപ്പുണ്ട്. ഞാൻ കേരളത്തിൽ നല്ല ചൂടായപ്പോൾ നേപ്പാളിലേക്ക് വന്നതാ. കയ്യിലൊന്നും എടുത്തില്ല. ഇതാ ഈ ടൈപ്പ് സാധനമല്ലേ. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അവസാനത്തെ ഇവരെ ഈ ഒരു ജാക്കറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടത്. പിന്നെ നമുക്ക് കുളിക്കാൻ ആവശ്യമായിട്ടുള്ള ടർക്കി, തോർത്തൊക്കെ അവിടെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. അടിപൊളി. 700 രൂപക്ക് ഇങ്ങനത്തെ റൂം നിങ്ങൾക്ക് നേപ്പാളിലൂടെ കിട്ടൂല. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്, അവസാനം കിട്ടിയതാണ് ഈ റൂം. ഇവിടുത്തെ മറ്റൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഇതാണ് ഇവിടുത്തെ വഴി. ഈ വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നടന്ന് വരണം. കണ്ടോ, ഇതാണ് ഇവിടുത്തെ വഴി. ഈ വഴിയിലൂടെ നമ്മൾ നടന്ന് വന്നാലേ നമുക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. ഇത് മാത്രത്തെ പ്രശ്നം, വേറെ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇവരുടേതാണ് ഹോട്ടൽ. ഹലോ, ഹായ്. ഇതാണ് നമ്മുടെ ഹൗസ് ഓണർ. അടിപൊളിയാണ്. ഹൗസ് ഓണറൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഓക്കെ.